അമ്മ ഇവിടെ ഉണ്ടോ? ഇല്ല. സമാധാനം. ഗിരി, നീ പീതാംബരനെ അന്വേഷിച്ചു പോയിരുന്നോ? അത് നീ എങ്ങനെ അറിഞ്ഞത്? ഞാൻ മാത്രമല്ല, മഞ്ജു അറിഞ്ഞിട്ടുണ്ട്. എന്നോട് അയാൾ നീയും തമ്മിൽ എന്താ ബന്ധമെന്ന് മഞ്ജു വീണ്ടും ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. മഞ്ജുവിനും എനിക്കും അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിനക്ക് ആ പീതാംബരനെ നല്ല പേടിയുണ്ടെന്ന്. അതെന്തിനാന്ന് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എടാ, അയാൾ നിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. എടാ, അയാൾക്ക് കുറച്ച് കാശ് കൊടുത്താലേ മിണ്ടാതിരിക്കുന്നു നീ പ്രതീക്ഷിക്കണ്ട. ജീവിതകാലം മുഴുവൻ നീ അയാളെ ചുമക്കേണ്ടി വരും. സത്യം പറ, നീ എന്തിനാ അയാളെ പേടിക്കുന്നേ? മഞ്ജു അമ്മയും നീയും അടക്കം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും കാണുന്ന എൻ്റെ ഒരു മുഖമുണ്ട്. നീ പറയാറില്ലേ, എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും നല്ലത് ചെയ്യുന്നവരെ രക്ഷിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ. പക്ഷേ ശരിക്കും ഞാൻ അങ്ങനെയല്ലെന്നറിയുമ്പോൾ നിങ്ങളൊക്കെ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന എന്റെ പേടി. സത്യം എന്തായാലും ഒരു ദിവസം ഞങ്ങൾ അറിയില്ലേ? അത് വേറെ ആരെങ്കിലും വഴി അറിയുന്നതിലും ഭേദം നീ പറയുന്നതല്ലേ? ഇത്രയും കാലം ഈ സത്യം ഉള്ളിൽ കൊണ്ട് നടന്ന ഞാൻ നീറുകയായിരുന്നു. ഇനിയെങ്കിലും അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മഞ്ജു വിശ്വസിക്കുന്നത് ശരിയാ. മാധവൻ മരിച്ചത് അപകടത്തിൽപ്പെട്ടിട്ടല്ല. അതെനിക്കും തോന്നിയതാ. അപ്പോ പീതാംബരൻ കുറ്റസമ്മതം നടത്തിയത് ഞാൻ കാശ് കൊടുത്തിട്ടാ.